ശബരിമലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ താന്ത്രിക കുടുംബത്തെ വേട്ടയാടുന്നത് വിധിയുടെ വൈപരീതമാണോ അതോ അയ്യപ്പൻ്റെ കോപമാണോ? ഇത് നമ്മൾ വായിക്കുന്ന വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ശബരിമല ആയി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഇന്ന് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മളോടൊപ്പം ഉള്ളത് ശക്തയ മാന്ത്രിക പീഠത്തിൻ്റെ മറ്റൊരു ആചാര്യൻ കൂടിയായിട്ടുള്ള ശ്രീ കണ്ണൻ ലക്ഷ്മി വൈദിക്കാണ്. എല്ലാവർക്കും ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് പരിശോധിക്കാം. ഈ ശബരിമലയിൽ നിന്ന് വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ അതിൻ്റെ പഴയൊരു ചരിത്രവും അവരുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലവും ഒക്കെ പരിശോധിക്കുമ്പോൾ ശബരിമല താന്ത്രിക കുടുംബത്തെ, അല്ലെങ്കിൽ ഈ തന്ത്രിമാരുടെ കുടുംബത്തെ ഏതോ ഒരു അദൃശ്യ ശക്തി അതോ വിധിയാണോ വേട്ടയാടുന്നുണ്ടോ എന്നൊരു സംശയം തോന്നാറില്ലേ? തീർച്ചയായും ഉണ്ടാവും. കാരണം ശബരിമല പുനഃപ്രതിഷ്ഠയുടെ ശേഷം അവിടെ പൂർവികമായി നിലനിന്നിരുന്ന ആചാരങ്ങളെ ഒഴിവാക്കിയെടുത്തിട്ടുണ്ട്. കാരണം പറഞ്ഞു കേട്ടിട്ടുള്ളതായി പോലും ഒരു 952 വരെയൊക്കെ അവിടെ ബലികർമ്മങ്ങൾ പോലും, മാളികപ്പുറത്തമ്മയ്ക്കൊക്കെ നടത്തിയിരുന്ന ബലികർമ്മങ്ങൾ പോലും ശാക്തേയ വിധിയിലായിരുന്നു. ഇന്ന് അതിനെ രൂപം മാറ്റി കർമ്മങ്ങൾക്ക് ഗുണം കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ശക്തി കുറച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്ത്രിമാരാണ് കർമ്മത്തിനും ശക്തി കുറയ്ക്കുന്നത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ദുരിതം ബാധിക്കുന്ന ഈ ആചാര്യസ്ഥാനങ്ങളെയാണ്. അത് ആ കുടുംബത്തെ ശരിക്കും അപജയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ശബരിമല ഉൾപ്പെടെ പല ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾക്ക് ലോപം വന്നിരിക്കുന്നത് ഈ ഒരു തന്ത്രി കുടുംബത്തിൽ നിന്നല്ല, പല തന്ത്രി കുടുംബങ്ങൾക്കും ഇന്ന് അവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ചെയ്യുന്നുണ്ട്. കുടുംബത്തിൽ അന്യം നിന്ന് പോകുന്നത് പോലെയും അപജയങ്ങൾ വന്നു പോകുന്നതിലെയും സന്തതി ഇല്ലാതായി പല താന്ത്രിക കുടുംബങ്ങളും നമുക്ക്, തന്ത്രിമാരുടെ കുടുംബങ്ങളും ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ക്ഷേത്രങ്ങളിൽ നടന്നിരുന്ന പല ആചാരങ്ങളും പുരോഗമനവാദം പറഞ്ഞു തന്നെ നമ്മൾ തള്ളിക്കളയും. നമ്മൾ പുരോഗമനം വേണ്ട സ്ഥലത്തെല്ലാം പുരോഗമനം വേണം, പക്ഷെ ആചാരാനുഷ്ഠാന കാര്യങ്ങളിൽ നമ്മൾ പുരോഗമനം പാലിക്കേണ്ടതാണ്. നടന്നിരുന്ന ശാക്തേയം നടന്നിരുന്നിടത്ത് ശാക്തേയം വേണം, വൈദികം നടന്നിരുന്നിടത്ത് വൈദികം വേണം, നമുക്ക് താന്ത്രികം നടക്കേണ്ടിടത്ത് താന്ത്രികം നടക്കണം. ഇത് മൂന്നിലും ഇന്ന് അപജയങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഒരു മുറജപം പോലുള്ള ഒരു വേദജപം ഒക്കെ എൻ്റെ അനുഭവത്തിൽ ഒരു ദിവസം കൊണ്ട് മുറജപം തീർത്ത ആൾക്കാരെയൊക്കെ എനിക്കറിയാം. അപ്പൊ ഇതെല്ലാം ബാധിക്കുക തന്ത്രി കുടുംബത്തെയും ഊരാൺമ കുടുംബത്തെയും ജനപദത്തെയുമാണ്. ഒരു ദിവസം കൊണ്ട് മുറജപം തീർത്ത ആളെയൊക്കെ എനിക്കറിയാം എൻ്റെ നേരത്തെ ജീവിതം. താന്ത്രിക ക്രിയകളുടെ ദിവസങ്ങൾ കുറച്ചും ചടങ്ങുകൾ കുറച്ചും അപ്പൊ അവർ പറയുന്ന കാലദേശാന്തരമായിട്ടുള്ള വ്യത്യാസം വരുത്തുന്നു എന്നുള്ളതാണ്. ഈ വ്യത്യാസം വരുത്താൻ നമ്മൾ യോഗ്യരാണോ എന്നുള്ളൊരു ചോദ്യം പരിശോധിക്കുന്നുണ്ട്. കാരണം ആചാര്യന്മാരാൽ നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള പൂജയും വിധിയും കർമ്മങ്ങളും എല്ലാം നമ്മൾ പെട്ടെന്നൊരു ദിവസം ഇല്ലാതാക്കി പറയും. ശബരിമലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആചാര ലംഘനങ്ങളുടെ അങ്ങറ്റമാണ് നടന്നു പോന്നിട്ടുള്ളത്, ഇന്നും നടക്കുന്നത്. അതിനെ ഒരു ബിസിനസ് കേന്ദ്രത്തിനേക്കാൾ വളരെ മോശമായി. അതൊന്നും നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ട. ഇതൊക്കെ തടയേണ്ട ആളാരാണ്? ആചാര്യസ്ഥാനത്തുള്ളവരാണ്. ഒരു ഗുരുവാണ്, ആചാര്യനാണ്, പിതാവാണ്. ഇയാളാണ് ഈ ക്ഷേത്രത്തെ നയിക്കേണ്ടത്, ദേവസ്വം ബോർഡല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വളരെ വിട്ടുവീഴ്ചകൾ നടത്തിക്കൊണ്ടുവരുന്നതോടുകൂടിക്കൊണ്ട് തന്നെ അപജയം അവിടെ സംഭവിക്കും. അതുകൊണ്ടാണ് ഇത്തരം കള്ളന്മാർക്കെല്ലാം അവിടെ പ്രവേശിക്കാൻ പോലും കഴിഞ്ഞു. ആ കുടുംബത്തിന് തുടർച്ചയായി സംഭവിക്കുന്ന അപജയത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ പറയാം, അവരുടെ ആചാര അനുഷ്ഠാന കാര്യങ്ങളിൽ അവർ വരുത്തി വെച്ചിട്ടുള്ള വിനകളാണ് അത് ഇനിയുള്ള തലമുറയെ ബാധിക്കാൻ പോകുന്നതും. ലഭിച്ചിരുന്ന ബഹുമാനവും ധനവും സമ്പത്തും എല്ലാം നശിക്കാൻ കാരണമാകുന്നതിന് കാരണമായി തീരുന്നത് അവരുടെ കർമ്മങ്ങൾ തന്നെയാണ്. ഒരു കുടുംബം എന്നല്ല, പല താന്ത്രിക കുടുംബങ്ങളും ഇതേ അവസ്ഥ തന്നെയാണ് അനുഭവിക്കുന്നുണ്ട്. സത്യത്തിൽ അതിൻ്റെ യഥാർത്ഥ അവകാശികൾ എന്ന് പറയുന്നത് മലയോര സമുദായത്തിൽപ്പെടുന്ന ആളുകളുടെ അവരുടെ ഒരു ആരാധന, ഗോത്രാരാധനാ സമ്പ്രദായമായിരുന്നല്ലോ ശബരിമല. ഇല്ലാത്ത കഥകൾ പറഞ്ഞു പരശുരാമനെ കൊണ്ടുവന്നു, അതിൻ്റെ അകത്ത് പന്തളം കൊട്ടാരത്തെ കയറ്റിയും ഒക്കെ പലതരത്തിൽ ആണ് തന്ത്രി കുടുംബം അതിലേക്ക് പ്രവേശിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ തന്ത്രി എന്ന് പറയുന്നത് ആളില്ല അവിടെ എന്ന് തന്നെ പറയാം. അത് താന്ത്രിക വിധാനത്തിൽ ഉണ്ടായതുമല്ല, ഒരു തന്ത്രിക്ക് അതിനോട് സ്ഥാനവും ഇല്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ദേവപ്രശ്നം ചെയ്യണമെങ്കിൽ
അതിപ്പോഴല്ലേ ശബരിമലയിൽ പ്രസക്തമായ ഒരു ചോദ്യം നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ദേവപ്രശ്നത്തിൽ നിന്ന് ഇവർ ഒളിച്ചോടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. തീർച്ചയായും ഒരു ദേവപ്രശ്നം നടക്കണമെങ്കിൽ ഏറ്റവും നടത്തേണ്ട സമയം ഇതാണ്. ഇപ്പോഴാണ് കൃത്യമായി ഒരു ദൈവജ്ഞന്മാരെ കൊണ്ട് ഒരു ദേവപ്രശ്നം നടത്തി ശാസ്താവിന്റെ ഹിതം അറിയേണ്ടത്. പിന്നെ അങ്ങ് ചോദിച്ച ദ്രാവിഡമല്ലേ? ദ്രാവിഡമാണ്. ഇപ്പോൾ നമുക്ക് അടുത്ത കാലത്ത് അറിയാവുന്ന ഒരു കാലം തൊട്ട് മാത്രമാണ് താഴമൺ കുടുംബത്തിനും മറ്റെല്ലാം അതിന്റെ താന്ത്രിക സ്ഥാനം ലഭിച്ചിട്ടുള്ളൂ. അതിനു മുമ്പും ഈ ശബരിമല ക്ഷേത്രം അടന്നു നിൽക്കുന്നുണ്ട്. ധാരാളം ആചാരാനുഷ്ഠാനങ്ങൾ അന്നേ നടന്നു പോരുന്നുണ്ട്. ഇത് ഈ ഐതിഹ്യങ്ങളെല്ലാം പലപ്പോഴും ഐതിഹ്യങ്ങൾ മാത്രമാണ്. അതിന് ചരിത്രത്തിന്റെ സാധുതകൾ കഥകളാണ് പലപ്പോഴും. കഥകൾ മാത്രമാണ്. ചരിത്രം എന്ന് പറയുന്നത് പലപ്പോഴും പല വെട്ടിപ്പിടിക്കലുകളുടെയും പിടിച്ചെടുക്കലുകളുടെയും കഥയാണ്. ശാസ്താവ് എന്ന് പറയുന്നത് ദ്രാവിഡ സങ്കല്പത്തിലുള്ള ദേവതയാണ്, ഒരു ഗോത്ര ദേവതയാണ്. അപ്പോൾ അതിനെ ആരാധിച്ചു പോന്നിരുന്ന സമ്പ്രദായങ്ങളിൽ നിന്നും പിന്നീട് വന്ന മാറ്റങ്ങൾ, ഞാൻ ഈ പറയുന്ന പോലെ കുടുംബക്ഷേത്രങ്ങളെ നമ്മൾ ഇന്ന് താന്ത്രികവൽക്കരിക്കുന്ന പോലെ മാറ്റം വരുത്തിയത് തന്നെയാണ് ഈ ദ്രാവിഡ സങ്കല്പത്തിലുണ്ടാകുന്ന ശാസ്താവിന്റെ ക്ഷേത്രത്തിന് പൂർണ്ണമായും വൈദികവൽക്കരിച്ചത്. അപ്പോൾ ആ വൈദികവൽക്കരണം അവിടെ ഒരു 100 വർഷത്തിന് ശേഷം, ഒരു നൂറ്റാണ്ടിന് ശേഷം തിരിച്ചടിച്ചു തുടങ്ങുന്നതാണ്. അവിടെ വേണ്ടത് ദ്രാവിഡ ആചാരം, ആ പഴയ കുലാചാരങ്ങളെ കൂടി സംരക്ഷിച്ചുകൊണ്ട് താന്ത്രികം, ഇന്നുള്ള താന്ത്രികത്തെ തുടരുമ്പോൾ തന്നെ ആ പഴയ സമ്പ്രദായത്തിലുള്ള ആചാരങ്ങളെ കൂടി അവിടെ വീണ്ടും പുനഃസ്ഥാപിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം. അത് ജനങ്ങളുടെയും നന്മയ്ക്ക് ആവശ്യമാണ്, ഈ ദേവന്റെയും നന്മയ്ക്ക് ആവശ്യമാണ്, ആ താന്ത്രിക കുടുംബത്തിൻ്റെയും നന്മയ്ക്ക് ആവശ്യമാണ്. അവരുടെ പൂർവികമായിരിക്കുന്നവരുടെ ആചാരങ്ങൾ കൂടി അവിടെ പാലിക്കുക നമ്മൾ ബാധ്യസ്ഥരാണ്. പല അമ്പലങ്ങളും ഇന്നത്തെ അവസ്ഥ പിടിച്ചെടുക്കലുകളുടെയാണ്. അപ്പോൾ ഐതിഹ്യങ്ങൾ നമുക്ക് പലപ്പോഴും ഇറക്കാം, പരശുരാമനെയും എല്ലാം ഇറക്കാം. അതിലൊന്നും ചരിത്ര സത്യങ്ങളില്ല. ചരിത്രമാണ് നമ്മളെപ്പോഴും പരിശോധിക്കേണ്ടത്. Like, share, subscribe.